bond zoom ആണോ? കാണുന്നുണ്ട് ഡോക്ടറെ. അപ്പോ ടെസ്റ്റസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. Testis is the main gonad homologous to the ovary female. Suspended in the by the spermatic cord. ഈ question വന്നത് spermatic cord. ഡോക്ടറെ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടേ. ആണോ? നമ്മുടെ മെയിൻ റോഡ് ആയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ സ്പെർമാറ്റിക് കോഡിന്റെ വന്നിട്ടുണ്ട്. 6ൽ ഉള്ളൊരു അത് ഞാൻ വന്നിട്ടുണ്ട്. ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. Gonad, the testis is suspended in the sternum by the spermatic cord. The left testis is slightly lower in shape and size than the right. Left testis is size than the and it is oval in shape, compressed from side to side. അപ്പോൾ സൈഡ് ടു സൈഡ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു 3.75 സെന്റിമീറ്റർ ലോങ് ആണ്, 2.5 സെന്റിമീറ്റർ ബ്രോഡ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്. ആ ഒരു ഇമേജ് മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കാം. സൈഡ് വൈസ് ആണ് കംപ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2.5 സെന്റിമീറ്റേഴ്സ് ബ്രോഡ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ് ആണ്. ലെങ്ത് 3.75 സെന്റിമീറ്റർ ആണ്. അതേപോലെ തിക്നെസ് 1.8 സെന്റിമീറ്റർ ഫ്രം സൈഡ് ടു സൈഡ്. അതാണ് അതിന്റെ ഒരു ഡയമെൻഷൻ. 3.75 ലെങ്ത്, 2.5 ബ്രോഡ് ആൻഡ് 1.8 സെന്റിമീറ്റർ തിക്ക്. പിന്നെ വെയിറ്റ് ഓഫ് ടെസ്റ്റസ് ആണ് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇറ്റ് ഇസ് അബൌട്ട് 10 to 15 grams. 10 to 15 grams ആണ് വെയിറ്റ് ഓഫ് ടെസ്റ്റസ്. ഇറ്റ് ഹാസ് 2 poles, the upper and lower pole, 2 borders, anterior and posterior, and 2 surfaces, medial and lateral. നമ്മൾ പറഞ്ഞു compressed from side to side എന്ന് പറയുമ്പോൾ ആന്റീരിയർലിയും പോസ്റ്റീരിയർലിയും ആണ് 2 ബോർഡേഴ്സ് ഉണ്ടാവുക. അതേപോലെ സൈഡ്സ് മീഡിയലും ലാറ്ററലും ആയിരിക്കും. അപ്പർ പോളും ലോവർ പോളും ഉണ്ടായിരിക്കും. The upper pole provides attachment to the spermatic cord. അപ്പോൾ spermatic cord upper പോളിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. The epididymis lies along the posterior border. Epididymis lies along the posterior border. ഈ ഒരു ഇമേജ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കാം. പോസ്റ്റീരിയർ ബോർഡറിലാണ് എപ്പിഡിഡൈമിസ് വരുന്നത്. സ്പെർമാറ്റിക് കോഡ് മുകൾ ഭാഗത്തിൽ വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, അതോടൊപ്പം ക്രിമാസ്ട്രിക് പ്ലെക്സസും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Now the appendix of the testis is the remnant of paramesonephric duct. ഈ ഒരു ടെസ്റ്റിസിന്റെ ഒരു ചെറിയൊരു അപ്പൻഡിക്സ് നമുക്ക് ആ ഇമേജിൽ കാണാം. അത് ഇറ്റ് ഇസ് ദ റെമനന്റ് ഓഫ് പാരാമീസോനെഫ്രിക് ഡക്ട്. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ കവറിങ്സ് ഓഫ് ടെസ്റ്റിസ് ആണ് പറയുന്നത്. ദ ടെസ്റ്റിസ് ഇസ് കവേർഡ് ബൈ ലെയേഴ്സ് ഓഫ് സ്ക്രോട്ടം. നമുക്കറിയാം സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്ക്രോട്ടത്തിന്റെ കവറിങ്സ് ഉണ്ട്. അതോടൊപ്പം ടെസ്റ്റിസിന്റെ സ്വന്തമായിട്ട് 3 ലെയേഴ്സ് ഓഫ് കവറിങ്സ് ഉണ്ട്. അതിൽ ട്യൂണിക്ക വജൈനാലിസ് ആണ് ഔട്ടർ മോസ്റ്റ് കവറിങ്. അത് തന്നെ വീണ്ടും പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക വജൈനാലിസ്, വിച്ച് ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ്. പിന്നെ മിഡിൽ ലെയർ ആണ് ട്യൂണിക്ക ആൽബുജീനിയ. ട്യൂണിക്ക ആൽബുജീനിയ ഇസ് ദ മിഡിൽ ലെയർ ഓഫ് ദ കവറിംഗ് ഓഫ് ദ ടെസ്റ്റസ്. And the tunica vasculosa is the innermost covering of the testis. The tunica vaginalis covers the whole testis except the posterior border where the testicular vessels and nerves enter the gland. അപ്പോൾ ടെസ്റ്റസിന്റെ വെസൽസും നെർവ്സും ഒക്കെ പോസ്റ്റീരിയർ ബോർഡറിൽ കൂടാണ് എൻ്റർ ചെയ്യുന്നത്. അവിടെ മാത്രം ഈ ട്യൂണിക്ക വജൈനാലിസ് കവർ ചെയ്യുന്നില്ല. ട്യൂണിക്ക വജൈനാലിസ് where the testicular vessels enter the gland. Now the tunica albuginea or the middle layer, it is a dense white fibrous coat covering the testis all around. Tunica albuginea middle layer ആണ്, ഒരു dense white fibrous coat ആണ്. It covers the testis all around. അതേപോലെ തന്നെ ന്യൂമറസ് ഈ ഒരു ലെയറിലാണ് ന്യൂമറസ് സെപ്റ്റ divide the tunica albuginea into
about 200 to 300 lobules. അത് നമുക്ക് ആ ഇമേജ് വെച്ചിട്ടൊന്ന് പഠിക്കാം. ട്യൂണിക്ക ആൽബുജീനിയ മിഡിൽ ലെയർ ആണ്. അതിനെ സെപ്റ്റ ഒരുപാട് ലോബ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 200 to 300 ലോബ്യൂൾസ് ആണ് ഈ ലെയറിലുള്ളത്. ഇമേജ് നോക്കുന്ന സമയത്ത് ട്യൂണിക്ക വജൈനാലിസ്, പെറൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ് ഔട്ടർ മോസ്റ്റ് ഭാഗത്ത് കാണാം. പിന്നെ ഉള്ളത് ട്യൂണിക്ക ആൽബുജീനിയ. അതാണ് നമുക്ക് ഈ ഒരു സെപ്റ്റ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് അബൌട്ട് 200 to 300 ലോബ്യൂൾസ് ആണ് ഈ സെപ്റ്റ ഡിവൈഡ് ചെയ്യുന്നത്. അത് ആൽബുജീനിയ ഓർ ദ മിഡിൽ ലെയർ ആണ്. പിന്നെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് വാസ്കുലോസ. ഇറ്റ് ഇസ് ദ വാസ്കുലാർ കോട്ട് ഓഫ് ദ ടെസ്റ്റിസ്. ഇതെല്ലാം ഇമേജിൽ നിന്ന് വ്യക്തമാവുന്നതാണ്. ഇനി സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് നോക്കുകയാണെങ്കിൽ the glandular part of the testis consists of about 200 to 300 lobules, and each lobule contains 2 to 3 seminiferous tubules which coils on itself. ഓരോ ലോബ്യൂളിന്റെ ഉള്ളിലും 2 to 3 seminiferous tubules ഉണ്ടാവും. അത് അതിൽ തന്നെ കോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. The stretched out ഈ seminiferous tubules stretch ചെയ്ത് കഴിഞ്ഞാൽ it is about 60 centimeter length and 0.2 millimeter diameter. And the tubules, the seminiferous tubules are lined by cells which represent stages in the formation of spermatozoa. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്നത് ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൈനിങ്ങിലുള്ള സെൽസിൽ നിന്നാണ്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ടുഗെദർ അറ്റ് ദ എപ്പിസസ് ഓഫ് ദ ലോബ്യൂൾസ് ടു ഫോം 20 to 30 straight tubules which enter in an area called mediastinum, and here they anastomose with each other to form a network of tubule called rete testis. അതായത് ഈ ഓരോ ലോബ്യൂളിലും ഒരു 2 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവയിൽ തന്നെ സ്വയം കോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അറ്റ് ലാസ്റ്റ് ഇത് ഓരോ ലോബ്യൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കണ്ടൻസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 20 to 30 സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് ആയിട്ടാണ് ഈ മീഡിയാസ്റ്റൈനം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇത് നമുക്ക് ആ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് 20 to 30 സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് ആണ് മീഡിയാസ്റ്റൈനൽ ഏരിയയിൽ ഉണ്ടാവുന്നത്. ഹിയർ ദേ അനസ്റ്റമോസ് വിത്ത് ഈച്ച് അതർ ടു ഫോം എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾ കോൾഡ് റെറ്റെ ടെസ്റ്റസ്. ആ ഒരു ഏരിയയിൽ ആണ് നമുക്ക് റെറ്റെ ടെസ്റ്റസ് ഇമേജിൽ കാണുന്നത്. ആ മീഡിയാസ്റ്റൈനൽ ഏരിയയിൽ 2 to 3 straight tubules condense ചെയ്ത് they anastomose with each other to form a network of tubule called rete testis. And the rete testis give rise to 12 to 30 efferent ductules which emerge near the upper pole of the testis and enter the epididymis. ഇമേജിൽ എപ്പിഡിഡൈമിസ് കാണാം റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് rete testis give rise to 12 to 13 efferent ductules which emerge near the upper pole of the testis and enter the epididymis. And here each tubule becomes highly coiled and forms a lobe of the head of the epididymis. ഇപ്പൊ നമ്മൾ എപ്പിഡിഡൈമസിന് ഹെഡും ടെയിലും ഒക്കെ പറയുന്നുണ്ട്. ഈ സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ട്യൂബ്യൂൾ തന്നെ വീണ്ടും കോയിൽ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു തിക്കായിട്ടുള്ള ഒരു ഭാഗമാണ് ഹെഡ് ഓഫ് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്. The tubules end in a single duct which coils on itself to form the body and tail of the epididymis. ഹെഡ് കഴിഞ്ഞതിന് ശേഷം ബോഡി, ടെയിൽ അങ്ങനെ ഒരു സിംഗിൾ ട്യൂബ് ആയിട്ടാണ് അവസാനം അത് അവസാനിക്കുന്നത്. And it is continuous with the ductus deferens. Coming to the arterial supply of the testicles are supplied by the testicular artery. It is a branch of the abdominal aorta given off at second lumbar vertebra. So the testis is supplied by the testicular artery. It is a branch of the abdominal aorta given off at L2 level. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബ്രാഞ്ച് ഓഫ് അബ്ഡോമിനൽ അയോട്ട ആണ് ടെസ്റ്റിക്കുലർ ആർട്ടറി. ഇറ്റ് ഇസ് ഗിവൺ ഓഫ് അറ്റ് L2 ലെവൽ. അതേപോലെ തന്നെ വീനസ് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ ദ വെയിൻസ് എമർജിംഗ് ഫ്രം ദ ടെസ്റ്റിസ് ഫോംസ് ദ പാംപിനിഫോം പ്ലെക്സസ് which condenses into 4 veins at the superficial inguinal ring
and further into 2 veins at the deep inguinal ring. For venous drainage എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്നും സ്മോൾ വെസൽസ് വന്നിട്ട് അതായത് പാമ്പിനിഫോം പ്ലെക്സസ് കണ്ടൻസ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് they form 4 veins at the superficial inguinal ring and then into 2 veins at the deep inguinal ring, and these veins accompany the testicular artery. അതിന്റെയും ഇമേജ് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. അൾട്ടിമേറ്റ്ലി ഒരു സിംഗിൾ വെയിൻ ആയിട്ടാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. അത് ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നു. റൈറ്റ് സൈഡിലാണെങ്കിൽ the right testicular vein directly joins the inferior vena cava. Left side ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. It directly inferior vena cavaയിലേക്ക് പോകുന്നില്ല. It drains to the left renal vein. ആദ്യം ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് പോയിട്ട് പിന്നീടാണ് അത് ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. അത് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ്, അതൊന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് സൈഡ് ആണ് ഡയറക്ട്ലി ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആദ്യം ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ ഇൻഫീരിയർ വീന കാവയിലേക്ക് പോകുന്നത്. ആ ഒരു ഇമേജിൽ അത് നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഈ ഡിസെൻഡിങ് കോളൻ അതിനെ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ വെരിക്കോസിലൊക്കെ വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇമേജ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിസെൻഡിങ് കോളൻ ലെഫ്റ്റ് റീനൽ വെയിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൈറ്റ് ടെസ്റ്റിക്കുലാർ വെയിന് ഡയറക്ട്ലി ഇൻഫീരിയർ വീന കാവയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ലെഫ്റ്റ് ടെസ്റ്റിക്കുലാർ വെയിന് ലെഫ്റ്റ് റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്തിട്ട് മാത്രമാണ് IVC-ലേക്ക് പോകുന്നത്. നെക്സ്റ്റ് lymphatic drainage. The lymphatic drainage from the testis ascend along the testicular vessels and drain into the pre-aortic and para-aortic group of lymph nodes at L2 level. Lymphatic drainage വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് pre-aortic and para-aortic group of lymph nodes-ലാണ് at L2 level ആണ് വരുന്നത്. ഇനി അടുത്തത് nerve supply. Nerve supply ആണെങ്കിൽ sympathetic nerves arising from the T10 segment of the spinal cord. ഇനി അടുത്തത് ഹിസ്റ്റോളജി ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതൊരു വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിൽ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസും വരുന്നത്. The seminiferous tubules consist of cells arranged in 4 to 8 layers, and the cells are of 2 types. 2 types of cells ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് തന്നെ ഒരു 4 to 8 layers ആയിട്ടാണ് ഉള്ളത്. അതിൽ 2 types cells ആണ് കാണുന്നത്. ഒന്നാമത്തത് very important, spermatogenic cells forming the vast majority. And the second type of cells are the supporting cells or the Sertoli cells. Appo 2 types of cells aanullathu, spermatogenic cells forming the vast majority and the supporting cells or the Sertoli cells are the next type. Adil thanne spermatogenic cells ennu parnathu different stage ilana undava. One spermatogonia, primary spermatocyte, secondary spermatocyte, spermatids and spermatozoa. ഈ വെറൈറ്റി സ്റ്റേജസിലുള്ള സെൽസ് ആണ് നമുക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൈനിങ്സിലുള്ള മെജോറിറ്റി ആയിട്ട് വരുന്ന സ്പെർമറ്റോജെനിക് സെൽസിൽ കാണാൻ പറ്റുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ദേ ആർ tall and columnar in shape, extending from the basal lamina to the central lumen, and they cells are Sertoli cells, and they extend from the basal lamina to the lumen. They are tall and columnar cells, and their function is to support and protect the developing germ cells and help in the maturation of the spermatozoa. And the spermatogenesis is controlled by FSH of the anterior pituitary. Adum question varan chance ulladana. Spermatogenesis is controlled by FSH of the anterior pituitary. ഇനി ഇതൊന്നും അല്ലാതെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ലീഡിക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതും സെർട്ടോളി സെൽസും തമ്മിൽ കൺഫ്യൂഷൻ ആവാതെ നോക്കണം. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ലീഡിക് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്മോൾ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്.
സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെർമറ്റോജെനിക് സെൽസും സെർട്ടോളി സെൽസ് ഉള്ളത്. അതിന്റെ ഉള്ളിലെ ലെയർ ആണ്. എന്നാൽ ലീഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അത് കോയിൽ ചെയ്തിരിക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള സെൽസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ദ ലീഡിക്. ദേ ആർ ഫൗണ്ട് ആസ് small clusters in between the seminiferous tubules, and they secrete testosterone or the androgens. And the activity of the Leydig cells is controlled by the ICSH or the interstitial cell stimulating hormone from the anterior pituitary. E hormone note cheyanam. Spermatogenesis is controlled by FSH from the anterior pituitary. Enal interstitial cells are Leydig. They are controlled by the interstitial cell stimulating hormone from the anterior pituitary, and the function of the Leydig cells is to secrete testosterone. And regarding the clinical anatomy, unilateral absence of testes is called monorchism, while the bilateral absence of testes is called anorchism. പിന്നെ undescended testes or cryptorchidism, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് താഴെയുള്ള ഇമേജ് ഒന്ന് നോട്ട് ചെയ്യാം. ഡിസെൻഡ് ഓഫ് ടെസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെവൽസിലൂടെയാണ് അത് ഡിസെൻഡ് ചെയ്ത് വരുന്നത്. അപ്പം അത് നോർമൽ ആയിട്ട് നടക്കാതിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് അത് ബ്ലോക്ക് ആവാം. അപ്പൊ നമ്മൾ ഇമേജിൽ കാണുന്നുണ്ട് അബ്ഡോമിനൽ ഏരിയയിൽ, ഇൻഗ്വൈനൽ കനാൽ, അങ്ങനെ ഓരോരോ സ്റ്റേജിലൊക്കെ അത് ബ്ലോക്ക്ഡ് ആവുന്നുണ്ട്. അതാണ് അൺഡിസെൻഡഡ് ടെസ്റ്റസിന്റെ ഒരു condition എന്ന് പറയുന്നത്. അപ്പോൾ clinically it is important that the undescended testes are more prone to malignant tumors, and the ectopic testis is an abnormal position due to the deviation from the normal route, and ectopic testis is usually accompanied by indirect inguinal hernia. Ectopic testis is usually accompanied by indirect inguinal hernia. Any hermaphroditism or the intersex is a condition in which individuals show some features of male and some features of female. In true hermaphroditism, both the testes and ovary are present, while in pseudo-hermaphroditism, the gonad is of one sex, while the external or the internal genitalia are of the opposite sex. Power difference note cheya. True hermaphroditism anengil both testes and ovary are present. Pseudo-hermaphroditism anengil the gonad is of one sex, while the external or internal genitalia are of the opposite sex. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് വെരിക്കോസീൽ. Varicocele is produced by the dilatation of the pampiniform plexus of veins. Varicocele is usually left-sided because left testicular vein is longer than the right. It enters the left renal vein at right angles, and it is crossed by the colon, which may compress it when loaded. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമേജ്. അതിലേക്ക് ഒന്നും കൂടെ പോവാം. അതിനു മുമ്പ് വെരിക്കോസീൽ എങ്ങനെയാ വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. It is usually left-sided because the left testicular vein is it is having a longer course than the right side. നമ്മൾ പറഞ്ഞു right side it directly goes to the inferior vena cava. Left side ആണെങ്കിൽ it first joins the left renal vein at right angles. എന്നിട്ട് അവിടെ നിന്നാണ് അത് ആ ഒരു ഏരിയയിൽ കോളൻ അതിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം കോളൻ ലോഡഡ് ആവുന്ന സമയത്ത് ഈ ഒരു വെയിൻ കംപ്രസ്ഡ് ആവുകയും അങ്ങനെയാണ് വെരിക്കോസിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു ഇമേജിലേക്ക് ഒന്നും കൂടെ പോവാം. Here you can see the right testicular vein directly joins the IVC, and on the left side, the left testicular vein joins the left renal vein at right angles, where the descending colon overlaps the left testicular vein. അപ്പോൾ കോളൻ ലോഡഡ് ആവുന്ന സമയത്ത് ഇറ്റ് കംപ്രസസ് ഓൺ ദ ലെഫ്റ്റ് ടെസ്റ്റിക്കുലാർ വെയിൻ, ആൻഡ് അതാണ് വെരിക്കോസീലിന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരിക്കോസീൽ കോമൺ ആയിട്ട് ലെഫ്റ്റ് സൈഡഡ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഇമേജിൽ നമുക്ക് ബൈലാറ്ററൽ അൺഡിസെൻഡഡ് ടെസ്റ്റസ്, അത് എവിടെയൊക്കെയാണ് ടെസ്റ്റസ് ബ്ലോക്ക്ഡ് ആവാൻ ചാൻസ് ഉള്ളതെന്നുള്ള പൊസിഷൻസ് ആണ് കാണിക്കുന്നത്. ഒന്ന് അബ്ഡോമൻ, പിന്നെ ഇൻഗ്വൈനൽ കനാൽ, പിന്നെ ഹൈ സ്ക്രോട്ടൽ ഏരിയാസ്. പൊസിഷൻ ഓഫ് ദ എക്ടോപിക് ടെസ്റ്റസ് ലോവർ പാർട്ട് ഓഫ് അബ്ഡോമൻ, ഫ്രണ്ട് ഓഫ് തൈ. 1 എന്നുള്ളത് താഴെയുള്ള ഇമേജിൽ ഫസ്റ്റ് ലോവർ പാർട്ട് ഓഫ് അബ്ഡോമൻ ആണ്, സെക്കൻഡ് ഫ്രണ്ട് ഓഫ് തൈ, 3 ഫിമറൽ കനാൽ,
സ്കിൻ ഓഫ് പെനിസ് ആണ് 4th പൊസിഷൻ. പിന്നെ 5th ബിഹൈൻഡ് ദ സ്ക്രോട്ടം. ഈ ഒരു പൊസിഷനിലൊക്കെയാണ് ടെസ്റ്റസ് ബ്ലോക്ക്ഡ് ആയി നിൽക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ട ക്വസ്റ്റ്യൻ സ്പെർമാറ്റിക് കോഡ് 2006 വന്ന ക്വസ്റ്റ്യൻ ആണ്. കോഡ് contains option A, pampiniform plexus of veins and the testicular artery. Option B, pampiniform plexus of veins, testicular artery, cremasteric artery and the lymphatics. Pampiniform plexus of veins, testicular artery and lymphatics. Option D, pampiniform plexus of veins, testicular artery and the cremasteric artery. അതിന്റെ ആൻസർ എന്തായിരിക്കും? അതില് ഓപ്ഷൻ ബി ആണ് ആൻസർ. പാമ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസ്, ടെസ്റ്റിക്കുലർ ആർട്ടറി, ക്രിമാസ്ട്രിക് ആർട്ടറി ആൻഡ് ലിംഫാറ്റിക്സ്. അതിൽ ക്രിമാസ്ട്രിക് ആർട്ടറിയും കൂടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കാം. പിന്നെ ടെസ്റ്റിക്കുലർ വെസൽസ് ആൻഡ് ലിംഫാറ്റിക്സ് അലോങ് വിത്ത് ക്രിമാസ്ട്രിക് ആർട്ടറി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഓവറീസ്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? വോയിസ് ഓഡിയബിൾ അല്ലേ സർ? റിപ്പീറ്റ് ചെയ്യണോ ടെസ്റ്റസ്? അല്ലെങ്കിൽ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓവറീസിലേക്ക് പോവാണ്. ഓവറീസ് എന്ന് പറഞ്ഞാൽ they are the female gonads. It is situated, each ovary lies in the ovarian fossa on the lateral pelvic wall. The ovarian fossa is bounded anteriorly by the obliterated umbilical artery. ഈ umbilical artery എന്ന് പറഞ്ഞാൽ ഫീറ്റസിൽ ആണ് ഫങ്ഷൻ ആയിട്ടുള്ളത്. ആഫ്റ്റർ ബർത്ത് ഇറ്റ് ഗെറ്റ്സ് ഒബ്ലിറ്ററേറ്റഡ്. അപ്പോൾ ആന്റീരിയർലി ഈ ഓവറിയൻ ഫോസയില് ഓവറിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് umbilical artery ആണ്. Obliterated umbilical artery comes in front of the anteriorly to the ovary, and posteriorly it is surrounded by the ureter and the internal iliac artery. Relations important ആണ്. അപ്പോൾ posteriorly ureterum internal iliac artery ആണ് ഉള്ളത്. Now coming to the position of the ovaries. The position of the ovary is variable. Nulliparous women ആണെങ്കിൽ its long axis is nearly vertical, so that the ovary is usually described as having an upper pole and the lower pole. Nulliparous women ആണെങ്കിൽ ovary മുകളിൽ കാണുന്ന ഇമേജിലുള്ള പോലെ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ആക്സസ് വെർട്ടിക്കൽ ആണ്. അപ്പർ പോളും ലോവർ പോളും ആണ് അതിന്റെ എൻഡ്സ്. അതേസമയം മൾട്ടിപാരസ് വിമൻ ആവുന്ന സമയത്ത് ഈ ഒരു ആക്സസ് സ്ലൈറ്റ്ലി ചെരിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് വരുന്നുണ്ട്. ഇൻ മൾട്ടിപാരസ് വിമൻ ദ ലോങ് ആക്സസ് ബിക്കംസ് ഹൊറിസോണ്ടൽ, so that the upper pole of the pole points laterally and the lower pole points medially. ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ഈ ഓവറിന്റെ പൊസിഷൻ മാറുന്നു. ആ വെർട്ടിക്കൽ ആക്സസ് ഉള്ളത് ഹൊറിസോണ്ടൽ ആവുന്നു. അപ്പർ പോളും ലോവർ പോളും അപ്പോൾ സൈഡിലോട്ടും, upper pole towards lateral side and lower pole towards the medial side ആണ് പോയിന്റ് ചെയ്യുക മൾട്ടിപാരസ് വിമനില്. And coming to the external features, in young girls before the onset of ovulation, the ovaries have smooth surface which are grayish pink in color. Young girls ആണെങ്കിൽ ബിഫോർ ഓവുലേഷൻ ഒരു പിങ്ക് കളറിലാണ്, ഗ്രേഷ് പിങ്ക് കളറിലാണ് ഓവറീസ് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് സ്മൂത്ത് സർഫസ്. After puberty, the surface becomes uneven and the color changes from pink to gray. Puberty കഴിഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ഉള്ളത് ഗ്രേ ആയിട്ട് മാറും. സർഫസ് ആണെങ്കിൽ അൺഈവൻ ആയിട്ട് മാറും. Each ovary has two poles or two extremities, the upper or the tubal pole and the lower or the uterine pole. Upper pole towards the tube ആണ്, ഫെലോപ്പിയൻ ട്യൂബ് ആണ്. ലോവർ പോൾ ടുവേർഡ്സ് ദ യൂട്രസ് ആണ്, അതുകൊണ്ട് യൂട്രൈൻ പോൾ. ഇപ്പൊ ടു ബോർഡേഴ്സ് ആണുള്ളത്, ആന്റീരിയർ ഓർ ദ മീസോവേറിയൻ ബോർഡർ ആൻഡ് ദ പോസ്റ്റീരിയർ ഓർ ദ ഫ്രീ ബോർഡർ. നമ്മള് ടെസ്റ്റിസിൽ പറഞ്ഞ പോലെ തന്നെ ഓവറിയിലും ആന്റീരിയർ ബോർഡറും പോസ്റ്റീരിയർ ബോർഡറും ആണുള്ളത്. അത് സൈഡ് വൈസ് കംപ്രസ് ചെയ്ത പോലെ മനസ്സിലാക്കുക. അപ്പൊ ആന്റീരിയർ ബോർഡർ ഉണ്ട്, പോസ്റ്റീരിയർ ബോർഡർ ഉണ്ട്. അപ്പം മീസോവേറിയൻ ബോർഡർ ആണ് ആന്റീരിയർ ബോർഡർ,
പോസ്റ്റീരിയർ ബോർഡർ ആണെങ്കിൽ ഫ്രീ ആണ്. മീസോവേറിയം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആന്റീരിയർ ബോർഡറിലാണ്. 2 സർഫസസ് ഉണ്ട്, മീഡിയലും ലാറ്ററലും. ഇനി ലിഗമെന്റ്സ് ഓഫ് ഓവറി. ഓവറിയും യൂട്രസും റിലേറ്റഡ് ആയിട്ടുള്ള ലിഗമെന്റ്സ് ആണ്. ഈ ഒരു ഇമേജ് വെച്ചിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ആ ഇമേജ് ഒന്ന് ശരിക്കും ഒന്ന് നോക്കാം. അതില് ഓവേറിയൻ ലിഗമെന്റ് വരുന്നുണ്ട്, മീസോവേറിയം, മീസോസാൽപിങ്സ്. അതിന്റെ ഒക്കെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തത് വായിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക. യൂട്രൈൻ ട്യൂബ്, സസ്പെൻസറി ലിഗമെന്റ്. സസ്പെൻസറി ലിഗമെന്റ് ഓഫ് ഓവറി എന്ന് പറയുന്നത് മോസ്റ്റ് ലാറ്ററലി വരുന്നതാണ്. അതിൽ ഓവേറിയൻ ആർട്ടറിയും ഓവേറിയൻ വെസൽ വെയിൻ ഉണ്ട്. പിന്നെ ബ്രോഡ് ലിഗമെന്റ് നോട്ട് ചെയ്യാം, റൗണ്ട് ലിഗമെന്റ്, പിന്നെ കാർഡിനൽ ലിഗമെന്റ്, യൂട്രോസാക്രൽ ലിഗമെന്റ്. അത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് പെരിറ്റോണിയൽ റിലേഷൻസ് ഒന്ന് നോക്കാം. The ovary is almost entirely covered with peritoneum except along the mesovarian or the anterior border, where the 2 layers of the covering peritoneum are reflected onto the posterior layer of the broad ligament of uterus. അപ്പോൾ ഓവറിന്റെ ആന്റീരിയർ ബോർഡർ എന്ന് പറഞ്ഞാൽ മീസോവേറിയം അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോർഡർ ആണ്. പോസ്റ്റീരിയർ ബോർഡർ ഫ്രീ ആണ്. അപ്പോൾ ഇറ്റ് ഇസ് എൻറ്റയർലി കവേർഡ് വിത്ത് പെരിറ്റോണിയം എക്സെപ്റ്റ് അലോങ് ദ മീസോവേറിയൻ ഓർ ദ ആന്റീരിയർ ബോർഡർ, where the 2 layers covering the peritoneum are reflected onto the posterior layer of the broad ligament of uterus. അപ്പോൾ anteriorly it is reflected onto the posterior layer of the broad ligament of uterus. The ovary is connected to the എന്താണ് മനസ്സിലായില്ല ഡോക്ടറെ? കണ്ടിന്യൂ ചെയ്തോളൂ. അറിയാതെ വന്നതാണെന്ന് തോന്നുന്നു. അറിയാതെ വന്ന വോയിസ് ആണെന്ന് തോന്നുന്നു. The ovary is connected to the posterior layer of the broad ligament by a short fold of peritoneum called the mesovarium. അപ്പോൾ ഈ മീസോവേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോൾഡ് ഓഫ് പെരിറ്റോണിയം. The ovary is connected to the posterior layer of the broad ligament by a short fold of peritoneum called the mesovarium. The squamous epithelium of the mesovarium is continuous with the cubical epithelium of the ovary. ആ ഒരു എപ്പിത്തീലിയത്തിന്റെ ടൈപ്പ് നോട്ട് ചെയ്യാം. സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് മീസോവേറിയത്തിനുള്ളത്, ക്യൂബിക്കൽ എപ്പിത്തീലിയം ആണ് ഓവറിക്കുള്ളത്. The mesovarium transmit the vessels and nerves to and from the ovary. മീസോവേറിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ transmit the vessels and nerves to and from the ovary. The lateral part of the broad ligament of uterus extending from the infundibulum of the uterine tube and the upper pole of the ovary to the external vessels forms a distinct fold known as the suspensory ligament of the ovary or the infundibulopelvic ligament. Image on the noka, suspensory ligament of ovary or the infundibulopelvic ligament. Right top suspensory ligament എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. The lateral part of the broad ligament of the uterus extending from the infundibulum of the uterine tube and the upper pole of the ovary to the external iliac vessels forms a distinct fold known as the suspensory ligament of the ovary or the infundibulopelvic ligament. It is also called infundibulopelvic ligament. It contains the ovarian vessels and nerves. Image anterior and posterior layers of the broad ligament കാണാം. Ovarian artery attaching to the anterior border. Posterior border is free. And now coming to the visceral relations. Upper or the tubal pole. The upper pole is broader than the lower pole, and it is related to the uterine tube and the external iliac vein. The right ovary may be related to the appendix if the appendix is pelvic in position. Appendix in ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. Pelvic position അതായത് ഒരു 4 o'clock പൊസിഷൻ ആണ്.
ആ ഒരു പൊസിഷനിലാണ് അപ്പൻഡിക്സ് ഉള്ളത് എങ്കിൽ the right ovary may be related to the appendix in that position. The ovarian fimbria and the suspensory ligament of the ovary are attached to the upper pole of the ovary. The lower or the uterine pole. The lower pole is narrower than the upper pole and it is related to the pelvic floor. It is connected by the ligament of ovary to the lateral angle of the uterus, the posterior inferior to the attachment of the uterine tube. The anterior or the mesovarian border. The ligament lies between the two layers of the broad ligament of the uterus and it contains some smooth muscle fibers. Lower or uterine pole ne kurichana parnathu. It is narrower than the upper pole. It is related to the pelvic floor. It is connected by the ligament of the ovary to the lateral angle of the uterus, posterior inferior to the attachment of the uterine tube. The ligament lies between two layers of the broad ligament of the uterus and contains some smooth muscle fibers. Anterior or mesovarian border. It is straight and is related to the uterine tube and obliterated umbilical artery. Anteriorly, nammal parnu, it is related to the obliterated umbilical artery. It is attached to the back of the broad ligament of the uterus by the mesovarium and forms the hilus of the ovary. The posterior or the free border is convex and it is related to the uterine tube and the ureter. The lateral surface is related to the ovarian fossa, which is lined by the parietal peritoneum. This peritoneum separates the ovary from the obturator vessels and nerve, and the medial surface is largely covered by the uterine tube. The peritoneal recess between the mesosalpinx and this surface is known as the ovarian bursa. The peritoneal recess between the mesosalpinx and the medial surface is known as the ovarian bursa, and only the lower pole and the lateral surfaces are not related to the uterine tube, and the remaining two borders, upper pole and the medial surface, are related to the tube. Only the lower pole and lateral surface are not related to the uterine tube. The remaining borders, upper pole and the medial surface, all are related to the uterine tube. Coming to the arterial supply of the ovaries, the ovarian artery arises from the abdominal aorta just below the renal artery. Renal artery തൊട്ട് താഴെയായിട്ട് directly abdominal aorta നിന്നാണ് ovarian artery arise ചെയ്യുന്നത്. It descends over the posterior abdominal wall and enters the suspensory ligament of the ovary. Image വെച്ചിട്ട് മനസ്സിലാക്കാം. It descends over the posterior abdominal wall and enters the suspensory ligament of the ovary. It sends branches to the ovary through the mesovarium and continues medially through the broad ligament of the uterus to anastomose with the uterine artery. Anastomosis ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. യൂട്രൈൻ ആർട്ടറിയും ovarian arteryയും anastomose ചെയ്യുന്നുണ്ട്. And it sends branches to the ovary to the through the mesovarium and continues medially through the broad ligament of the uterus to anastomose with the uterine artery. And in addition to the ovary, the ovarian artery also supplies uterine tube, sides of the uterus and the ureter. Ovarian artery, ovary-ക്ക് മാത്രമല്ല uterine tube-നും sides of the uterus-ഉം ureter-നും കൂടെ supply ചെയ്യുന്നുണ്ട്. The uterine artery gives some branches which reaches the ovary through the mesovarium. Coming to the venous drainage, the veins emerges at the hilus and forms a pampiniform plexus around the artery. The plexus condenses into single ovarian vein near the pelvic inlet, and this vein ascends on the posterior abdominal wall and drains into the inferior vena cava on the right side and onto the left renal vein on the left side. നേരത്തെ നമ്മൾ ടെസ്റ്റിക്കുലർ വീനസ് ഡ്രെയിനേജ് പറഞ്ഞ പോലെ തന്നെ
ഒരു കാര്യം പ്രത്യേകം ഓർത്താൽ മതി, റൈറ്റ് സൈഡ് ആണെങ്കിൽ എപ്പോഴും ഡയറക്ട്ലി ഇൻഫീരിയർ വിന കവ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് റീനൽ വെയിൻ ത്രൂ ആണ് IVCയിലേക്ക് എത്തുന്നത്. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആയിട്ട് ഓപ്ഷൻ തരുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫ്രം ദ ഓവറി communicate with the lymphatics from the uterine tube and the fundus of the uterus. They ascend along the ovarian vessels to drain to the lateral aortic and the pre-aortic nodes. Testicles പറഞ്ഞ പോലെ തന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് lateral aortic and pre-aortic നോഡ്സിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇമേജിൽ lymph nodes visible ആണ്. Lateral aortic lymph nodes and pre-aortic lymph nodes. Coming to the nerve supply of the ovaries, the ovarian plexus is derived from the renal, aortic and hypogastric plexus, and it accompanies the ovarian artery. Questions varam. Ovarian plexus is derived from the renal, aortic and hypogastric plexus of nerves, and it accompanies the ovarian artery. It contains both sympathetic and parasympathetic nerves, and the sympathetic nerves arising from the T10 and T11, they are afferent for pain as well as efferent or vasomotor. They are afferent for pain as well as efferent or vasomotor. And the parasympathetic nerves from the S2, S3 and S4 are vasodilators. T10, T11 sympathetic nerves image ഉണ്ട്. Now coming to the functions. Function of the ovary is the production of oocytes. During the reproductive life of about 30 years from puberty to menopause, the ovaries produce alternately one secondary oocyte per month per ovarian cycle of 28 days. Alternate ആയിട്ടാണ് alternate sides-ൽ നിന്നാണ് ഓരോ തവണയും മെച്ചൂർ ചെയ്യുന്നത്. Liberation of the oocyte from the ovary is called ovulation, and it occurs about 14th day of the 28-day menstrual cycle. Variations in the length of the menstrual cycle are due to variation in the pre-ovulatory phase. The post-ovulatory phase is constant. Adum note cheya. Variation in the length of menstrual cycle are due to variation in the pre-ovulatory phase. And the oocyte is viable for about 12 to 24 hours. Oocyte is viable for about 12 to 24 hours. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. The function of ovaries second വരുന്നത്, it is the first one production of oocytes, second production of hormones. Production of hormones estrogen is secreted by the follicular and the paraluteal cells, while the progesterone is secreted by the luteal cells. Estrogen is secreted by the follicular and paraluteal cells, while progesterone is secreted by the luteal cells. Coming to the histology of ovary, the ovary is made up of following parts. The germinal epithelium of cubical cells derived from peritoneum. The tunica albuginea is a thin layer of connective tissue. The cortex contains ovarian follicles at various stages of development, and each follicle contains one oocyte, and one follicle matures every month and sheds an oocyte. And total of 400 oocytes are ovulated in the reproductive life. അതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒരു reproductive ലൈഫിൽ about 400 oocytes ആണ് ചാൻസ് ഉള്ളത്. After the oocyte is liberated, the Graafian follicle is converted into a structure called the corpus luteum. ഈ corpus luteum ആണ് progesterone secrete ചെയ്യുന്നത്. The hormone estrogen is secreted by the follicular cells of the ovarian follicles, and the progesterone is produced by the corpus luteum. Medulla has a rich vascular connective tissue containing vessels, nerves, and lymphatics. Coming to the clinical anatomy of the ovaries,
determination of the ovulation. In case of sterility, the ovulation can be determined by repeated ultrasonography. ഫോളിക്കുലാർ സ്റ്റഡി എല്ലാവരും ക്ലിനിക്കലി ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അൾട്രാസോണോഗ്രാഫി ചെയ്യുമ്പോൾ ഈ ഓവം മെച്ചുറേഷനും ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലുള്ള ചേഞ്ചസുമാണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഒരു അടുത്ത കണ്ടീഷൻ പ്രൊലാപ്സ് ഓഫ് ഓവറീസ് ആണ്. ഓവറീസ് ആർ ഫ്രീക്വന്റ്ലി ഡിസ്പ്ലേസ്ഡ് ഇൻ ടു ദ pouch of Douglas where they can be palpated by PV examination. Prolapse of ovaries into the pouch of Douglas. പിന്നെ ovarian cyst ആണ്. Ovarian cyst എന്ന് പറഞ്ഞാൽ the developmental arrest of the ovarian follicles. It may result in the formation of one or more small ovarian cysts. Multiple small theca lutein cysts involve both the ovaries in cases with Steen-Leventhal syndrome. Steen-Leventhal syndrome questions വന്നിട്ടുള്ളതാണ്. Multiple small theca lutein cysts ആണ് in the both ovaries. This syndrome is characterized by mild hirsutism, deep voice, secondary amenorrhea, and cystic enlargement of both the ovaries. For Steen-Leventhal syndrome എന്ന് പറഞ്ഞാൽ hirsutism ഉണ്ടാവും, deep voice, secondary amenorrhea, and the cystic enlargement of both the ovaries. അതും ക്വസ്റ്റ്യൻ വരാം. പിന്നെ carcinoma of the ovary ആണ്. Carcinoma of the ovary is common and it accounts for 15% of all the cancers, and it accounts for 20% of the gynecological cancers. Carcinoma of ovary, 15% of all cancers, and gynecological cancers മാത്രം എടുക്കുകയാണെങ്കിൽ it accounts for 20%. And ovaries are the commonest site in the abdomen for endometriosis. The endometrial cyst in the ovary are called chocolate cyst. Okay. അപ്പോൾ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട്